ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം, ഒരു നല്ല പുതിയ ആഴ്ചയുടെ തുടക്കം നമുക്ക് ഏവർക്കും നൽകി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അല്പസമയം ദൈവത്തിൻ്റെ തിരുപാദപീഠത്തിൽ നമുക്കായിരിക്കാം. ഇന്ന് പകൽക്കാലം നമ്മോടുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ്, ദൈവം നമ്മിൽ കൂടെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മ പറയുവാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നുമെന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നുമെന്നേക്കും. സങ്കീർത്തനക്കാരൻ 23-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഈ വചനത്തിൽ കൂടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് ഏവർക്കും സുപരിചിതമായിരിക്കുന്ന ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഒരു ഭവനത്തിലെ 8 മക്കളിൽ 8-ാമനായിരിക്കുന്ന ദാവീദ് മറ്റുള്ള സഹോദരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനായി എന്നും കാട്ടിലെ ജീവിതം, ആടുകളെ മേയിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ചെയ്ത് തൻ ദൈവത്തെ ആരാധിച്ച് തനിക്കായി താൻ ഒരുക്കിയിരിക്കുന്ന ഒരു റുട്ടീൻ, ഒരു ദൈനംദിനമായിരിക്കുന്ന ഒരു ശീലം. എന്നാൽ ഒരു കാര്യം, ആ കാട്ടിലെ ജീവിതം പലപ്പോഴും ഒറ്റപ്പെടലുകളാണ്. ആ കാട്ടിലെ ജീവിതം പലപ്പോഴും ഏകാന്തതയാണ്. അനേക ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണത്. ആരോടാ സംസാരിക്കേണ്ടത്? ആരോടാണ് തൻ്റെ ഇഷ്ടങ്ങൾ തുറന്നു പറയേണ്ടത്? ആരോടാണ് തൻ്റെ വേദനകൾ പറയേണ്ടത്? വീട് വിട്ടിറങ്ങുമ്പോൾ വീട്ടിൽ സഹോദരങ്ങൾ, മാതാപിതാവ്, ഇവരെല്ലാം കണ്ടുകൊണ്ടിറങ്ങുമ്പോൾ അവരോടൊപ്പം തൽക്കാലം ഒന്നായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ തൻ്റെ മനസ്സ്. എന്നാൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പലപ്പോഴും നമ്മൾ ചിന്തിക്കും, കർത്താവേ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ഞാനൊന്ന് വിളിച്ചു പറയട്ടെ, ഒരു വ്യക്തിയെ ദൈവം വിളിച്ചു വേർതിരിച്ചാൽ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ വ്യക്തി ആ ഭവനത്തിൽ വ്യത്യസ്തനായിരിക്കും, സമൂഹത്തിൽ വ്യത്യസ്തനായിരിക്കും, സഭയിൽ വ്യത്യസ്തനായിരിക്കും. അവൻ്റെ രീതികളെ ഒന്നും പലർക്കും പലപ്പോഴും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവളുടെ രീതികളെ ഉൾക്കൊള്ളുവാൻ പലർക്കും കഴിയാതെ വരികയാണ്. ഇങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നമ്മിൽ തന്നെ സംശയങ്ങൾ ഉദിക്കുക, ദൈവമേ, ഒരുപക്ഷെ ഞാൻ ശരിയല്ലായിരിക്കും, അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്. നമ്മുടെ ചിന്താഗതികളെ, നമ്മുടെ വിചാര മനോഭാവങ്ങളെ ഒക്കെ പലപ്പോഴും പലർക്കും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത രീതിയാണ്. കാരണം നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന ദൈവിക പദ്ധതി ഈ ലോകത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് മുകളിലാണ്. ഈ ലോകം മനസ്സിലാക്കുന്നതിലും വ്യത്യസ്തമാണ്. നാം അറിയാതെ തന്നെയാണ് ആ പാതയിൽ കൂടെ സഞ്ചരിക്കുന്നത്. പക്ഷെ മറ്റു പലർക്കും അത് പലപ്പോഴും അഹങ്കാരമായിട്ടും നിഗളമായിട്ടും ഒക്കെ തോന്നുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് നാം. ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരിക്കൽ ദാവീദ് തൻ്റെ ദൗത്യത്തിലായിരിക്കുമ്പോൾ താൻ അറിയാതെ തന്നെ തൻ്റെ വീട്ടിൽ ഒരു മേശയൊരുങ്ങി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഒരുപക്ഷെ നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കാണത്തില്ല. പക്ഷെ നിങ്ങളുടെ അകത്ത് തന്നിരിക്കുന്ന ദൗത്യപ്രകാരം നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിലായിരിക്കാം നാം ദൈവത്തെ വിശ്വസ്തയോടെ ആരാധിച്ചും പ്രാർത്ഥിച്ചും പോവുകയാണെങ്കിൽ നാം അറിയാതെ തന്നെ നമുക്ക് വേണ്ടി വിരിച്ച് ഒരുക്കിയ ഒരു മാളിക അല്ലെങ്കിൽ ഒരു മേശ ദൈവം നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും, ഒരുക്കി വെക്കും. താൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല, ഒരു നിമിഷം കൊണ്ട് എന്നെ കാട്ടിലെ വാസത്തിൽ നിന്നും നാട്ടിലെ ഒരു വാഴ്ചയിലേക്ക് മടക്കിക്കൊണ്ടുവരും. നിമിഷ നേരത്തിനുള്ളിൽ അവിടെ ഇങ്ങനെ ഒരു വാക്യം പറയുകയാണ്, ദാവീദ് വന്നിട്ടല്ലാതെ ഈ ഭോജനത്തിൽ ഞാൻ ഇരിക്കത്തില്ല.
അത്രമാത്രം ആദരവോടുകൂടി ഒരു ലെവലിലേക്ക് മാറുകയാണ് ജീവിതം. ഇത്രയും ഞാൻ എത്തിയിട്ടല്ലാതെ അവിടെ ആ സദ്യ അല്ലെങ്കിൽ ആ മേശ ഒരുങ്ങത്തില്ല, തയ്യാറാകത്തില്ല. പ്രിയ ദൈവജനമേ, എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് അങ്ങനെ ഒരു മേശ ഒരുക്കുകയാണ്. ഒരു പക്ഷേ നമുക്കത് മറഞ്ഞിരിക്കുകയായിരിക്കാം. പക്ഷെ എല്ലാം തയ്യാറായി കഴിയുമ്പോൾ നമ്മളെ വിളിച്ചു കൊണ്ടുപോയി ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ കൊണ്ടുനിർത്തുന്ന സമയം ഇനിയും ദൂരമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുന്നു, വിളിയുണ്ടായിട്ടും ദൗത്യമുണ്ടായിട്ടും പലപ്പോഴും അത് തിരിച്ചറിയുവാൻ കഴിയാതെ, പല പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ സ്വർഗം വിളിച്ചു വരുന്നു. നീ അറിയാതെ ഒരു വലിയ മേശ നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കുന്നു. അത് നിന്റെ ശത്രുക്കൾ മുൻപാകെ നിന്നെ മാനിക്കുന്ന ഒരു ദിവസം. നിന്നെ അപമാനിച്ചവരും നിന്നെ നിന്ദിച്ചവരും നിനക്ക് വേണ്ടി എതിർ പറഞ്ഞവരും നിന്നെ തെറ്റെന്ന് വിലയിരുത്തിയവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ഒരു മേശ യഹോവ നിനക്ക് വേണ്ടി ഒരുക്കുന്നു, എനിക്ക് വേണ്ടി ഒരുക്കുന്നു. അതിനുവേണ്ടി നമ്മൾക്ക് ഈ പുതിയ ആഴ്ചകാലം കാത്തിരിക്കാം. നമ്മുടെ ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. ശത്രുക്കളുടെ മുമ്പിൽ നമുക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ഒരു ശ്രേഷ്ഠ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നിരാശപ്പെട്ടു പോകരുത്. ദൈവം വലിയ ചെയ്യും. അവൻ നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൗത്യം അനേകരുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.